നെക്സ്റ്റ് ടോപ്പിക്ക് സിസ്റ്റം കോൾസ്. ഓൾറെഡി നമ്മൾ ഇന്നലെ പഠിച്ച മോഡ് ഓഫ് ഓപ്പറേഷനിൽ പറഞ്ഞു പോയതാണ് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ആക്സസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലേ. അപ്പോൾ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്. യൂസറിൻ്റെ പ്രോസസ്സും OSും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. അപ്പോൾ നമ്മൾ കണ്ടാണ് രണ്ട് മോഡുണ്ട്. യൂസർ മോഡിന് ഹാർഡ്വെയർ റിസോഴ്സുകൾ എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ ദിസ് നോട്ട് എ പ്രിവിലേജ്ഡ് മോഡ്. പ്രിവിലേജ്ഡ് മോഡായിട്ടുള്ള കേർണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനി ഹാർഡ്വെയർ റിസോഴ്സസ് എനിത്തിങ് വി ഹാവ് ടു ആക്സസ്. അങ്ങനെയൊരു സിറ്റുവേഷനിൽ പോകുന്നതാണ് ഈ സിസ്റ്റം കോളുകൾ. ഇപ്പോൾ ഒരു ഹാർഡ്വെയർ റിസോഴ്സ് വേണം, ഹാർഡ് ഡിസ്ക് വേണം, അല്ലെങ്കിൽ റാം വേണം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേണം, ഏത് വേണമെങ്കിലും അപ്പോൾ തന്നെ യൂസർ മോഡിൽ നിന്ന് OS കേർണൽ മോഡിലേക്ക് മാറിയാൽ മാത്രമാണ് ആ ഒരു സർവീസ് നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സിസ്റ്റം കോൾസ് പ്രൊവൈഡ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ റണ്ണിങ് പ്രോഗ്രാം ദാറ്റ് ഈസ് എ പ്രോസസ് ആൻഡ് ദി OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇറ്റ് ആക്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ പ്രോസസ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നു. സിസ്റ്റം കോൾസ് പറഞ്ഞാൽ ജസ്റ്റ് കോഡുകളാണ്. സിസ്റ്റം പ്രോഗ്രാംസിന് ഉള്ളിൽ കൊടുക്കുന്ന ഓരോ ഫങ്ഷൻ കോളുകളാണ്. ഓരോ പർപ്പസിനായിരിക്കും ഓരോ കോളുകൾ. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനൊരു കോളാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേറൊരു കോൾ, ടെർമിനേറ്റ് ചെയ്യാൻ വേറൊരു കോൾ, അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് സിസ്റ്റം കോളുകൾ. നിങ്ങൾ ഫങ്ഷൻ കോൾ പഠിച്ചിട്ടുണ്ട് C++ അല്ലേ. ഫങ്ഷൻ ഡിനോട്ട് ചെയ്യുക, ഫങ്ഷൻ കോൾ ചെയ്താൽ മാത്രമാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞ പോലെ സിസ്റ്റത്തിനെ വിളിക്കാനുള്ള ഓരോ ഫങ്ഷൻ കോഡുകളുടെ കോളാണത്. ഓക്കെ, ആ ഓരോ കോഡിനകത്തും ആ ഓരോ കോളിനകത്തും എന്തുണ്ടാവും, അത് ചെയ്യാനുള്ള ജോലികളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിരിക്കും അത് പോകുന്ന കോളും. ഓക്കെ, ജനറലി സിസ്റ്റം കോൾസ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് അവൈലബിൾ. ബട്ട് നൗ ഡേയ്സ് യുണീക്ക് സിസ്റ്റത്തിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് വെച്ചിട്ടും സിസ്റ്റം കോളുകൾ മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഇൻവോക്ക് ഡയറക്റ്റ്ലി. അതാണ് യുണീക്ക് സിസ്റ്റത്തിൽ സിസ്റ്റം കോൾസുകളെല്ലാം ഇൻവോക്ക് ചെയ്യാൻ പറ്റും ത്രൂ C++ ആൻഡ് C in case of Unix system. But in case of Windows, system calls provide the service of the operating system to the user program through application program interface. In വിൻഡോസിൽ മാത്രം സിസ്റ്റം കോളുകൾ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് സിസ്റ്റം കോളുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ജനറലായിട്ടൊരു അവയർനെസ് പോലെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് കോഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ, എന്താണിത് എന്നുള്ളൊരു ഐഡിയ മാത്രമാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് സിസ്റ്റം കോൾ. ഒരു എക്സാമ്പിളിലൂടെ എന്തൊരു സിസ്റ്റം കോൾ ഒരു കാര്യം ചെയ്യണം, ഒരു ടാസ്ക് ചെയ്യണേനായിക്കോട്ടെ, അതിന് ഇത്രമാത്രം സിസ്റ്റം കോളുകൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. System call sequence to copy the contents of one file to another file. Source file എന്ന് ഡെസ്റ്റിനേഷൻ ഫയൽ. ഓക്കെ, അതായത് ഒരു ഫയലിലെ കണ്ടൻറ്റ് മറ്റൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യണം. അതായത് ഒരു ന്യൂ ഫയലിലേക്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഫയല്, ആ ഫയലിനകത്തുള്ള കണ്ടൻറ്റ് വി ഹാവ് ടു കോപ്പി ടു അനദർ ഫയൽ ദാറ്റ് വി ഷുഡ് ഹാവ് ടു ക്രിയേറ്റ് ന്യൂ ഫയൽ ഫോർ കോപ്പി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രമാത്രം സിസ്റ്റം കോളുകളാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിളോടെ മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾ സിസ്റ്റം കോൾ സീക്വൻസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കിടക്കുന്നത്? ആദ്യത്തെ സീക്വൻസിൽ ഒരു ഫയലിൽ നിന്ന് ഒരു ഫയലിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ്, നമ്മൾ ഇൻപുട്ട് ഫയൽ നെയിം അക്വയർ ചെയ്യണം. അതായത് സെർച്ച് ചെയ്യണം, ഫയൽ സിസ്റ്റത്തിൽ പോയി സെർച്ച് ചെയ്യണം ഏത് ഫയലാണെന്നുള്ളത് അല്ലേ. ആ ഫയൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഫയൽ സിസ്റ്റം സെർച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെങ്ങോട്ട് പോയി, ഹാർഡ് ഡിസ്ക്കാണ് നമുക്ക് വേണ്ടത്. ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന സാധനമാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകും.
എന്നിട്ട് അത് സെർച്ച് ചെയ്യുന്ന വഴിക്ക് നമുക്ക് അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്ക്രീൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മോണിറ്റർ. റൈറ്റ് പ്രോംപ്റ്റ് ടു സ്ക്രീൻ. സ്ക്രീനിലേക്ക് പ്രോംപ്റ്റ് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ അതിൽ നിന്നൊരു ഫയൽ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ എന്താ ഫയൽ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇതെല്ലാം സീക്വൻസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ സിംപ്ലി ചെയ്യുന്ന ഓരോ ക്ലിക്കുകൾ ഒരു സീക്വൻസ് ഓഫ് സിസ്റ്റം കോളുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് ഫയൽ നെയിം അക്സെപ്റ്റ് ചെയ്ത ശേഷം പിന്നെന്താണ്, ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫയൽ നെയിം, അതായത് ഡെസ്റ്റിനേഷൻ ഫയൽ എന്ത് ചെയ്യണം? അക്വയർ ചെയ്യണം. റൈറ്റ് പ്രോംപ്റ്റ് ടു സ്ക്രീൻ, അക്സെപ്റ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഫയൽ നെയിം നമ്മൾ അടിച്ചു കൊടുത്തു. ഓപ്പൺ ദ ഇൻപുട്ട് ഫയൽ നെയിം. അപ്പോൾ ഇൻപുട്ട് ഫയൽ നെയിം ഔട്ട്പുട്ട് ഫയൽ നെയിം നമ്മൾ സ്ക്രീനിൽ ഇൻപുട്ട് ചെയ്യണതിന് തന്നെ ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇൻപുട്ട് ഫയൽ നെയിം ഓപ്പൺ ചെയ്താൽ മാത്രമാണ് അതിൽ നിന്ന് കണ്ടൻറ്റ് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ഫയൽ നെയിം ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് ഫയൽ ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് കാണിക്കുന്നത്? ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ഫയൽ, അങ്ങനെ ഫയലില്ല എന്നുണ്ടെങ്കിൽ അബോർട്ടഡ്, അതായത് അവിടെ അത് വർക്ക് ചെയ്യുന്നില്ല, അബോർട്ട് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ എക്സിക്യൂഷൻ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു എന്താണ് ആ ടാസ്ക് തന്നെ നിർത്തേണ്ട ഒരു എൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇനി അതല്ല, ഉണ്ട്, ഫയൽ എക്സിസ്റ്റാണ്, ഫയൽ കണ്ടിട്ട് കോപ്പി ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഫയൽ ഡസൻറ്റ് എക്സിസ്റ്റ് അബോർട്ട് എന്നാണ്, അല്ലാത്ത സിറ്റുവേഷൻ താഴത്തോട്ട് പോവുകയാണ്. ക്രിയേറ്റ് ഔട്ട്പുട്ട് ഫയൽ. അപ്പോൾ നമ്മൾ പുതിയൊരു ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ, അതായത് പുതിയൊരു ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? അത് ഓവർറൈഡ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എൻഡ് ചെയ്യാനായിട്ട് അവർ ചോദിക്കും. അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫയലിൽ കയറി ഓവർറൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ അബോർട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ പോണതിന് ഓരോന്നിനും ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് വീണ്ടും എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സ്ക്രീനിൽ മെസ്സേജ് കാണിക്കണം, ഹാർഡ് ഡിസ്കിലാണ് സാധനം പോകുന്നത്, ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഇതിനെല്ലാം നമുക്ക് എന്താണ് സിസ്റ്റം കോള് ആവശ്യമുണ്ട്. അപ്പോൾ ഫയൽ എക്സിസ്റ്റ് ആണോ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പുതിയ ഫയൽ കീബോർഡ് വഴി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആ ഫയൽ എക്സിസ്റ്റ് ആണെങ്കിൽ അത് അപ്പോൾ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ആണെങ്കിൽ എന്താണ് അബോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ടാസ്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഫയൽ 1 ഫയൽ 2 ആണെന്ന് വിചാരിക്കുക. ഫയൽ 1ലെ കണ്ടൻറ്റ് ABC എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ റീഡ് ഫ്രം ഇൻപുട്ട് ഫയൽ 1ൽ നിന്ന് ഫയൽ 2ലേക്കാണ് കോപ്പി ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 1 by 1 ആയിട്ടാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ A എടുത്ത് കോപ്പി ചെയ്ത് റീഡ് ചെയ്ത് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫയൽ 1ൽ നിന്ന് A റീഡ് ചെയ്ത് ഫയൽ 2ലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഫയലായ ഫയൽ 2ലേക്ക് A കൊണ്ട് ഇടുന്നു, റൈറ്റ് ചെയ്യുന്നു, എഴുതുന്നു. ഇനി വീണ്ടും B റീഡ് ചെയ്യുന്നു, B ഫയൽ 2ലേക്ക് റൈറ്റ് ചെയ്യുന്നു. C റീഡ് ചെയ്യുന്നു, C ഫയൽ 2ലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇത്രയും ഇപ്പോൾ എന്തുമാത്രം ഫയലിൽ കണ്ടൻ്റ് ഉണ്ടോ അത്രയും തവണ ഈ റീഡ് റൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. അതാണ് നമ്മളിങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് പോകുന്ന ഒരു ഫിഗർ നമ്മൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ റീഡ് ഫ്രം ഇൻപുട്ട് ഫയൽ റൈറ്റ് ഔട്ട്പുട്ട്, അതൊക്കെ അതിനുള്ള പിക്കുകൾ ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. എങ്കിലും ഇതാണ് അവിടെ നടക്കുന്നത്. ഇതെപ്പോൾ വരെ നടക്കും? അൺടിൽ റീഡ് ഫെയിൽസ്. ഇനി ഞാൻ ഫയൽ 1നകത്ത് ഒന്നും റീഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമാണ് അത് അത് എൻഡ് ചെയ്യുള്ളൂ. ഇൻപുട്ട് ഫയലിൽ റീഡ് ചെയ്യാൻ കണ്ടൻ്റൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തു, റീഡ് കഴിഞ്ഞു, റീഡ് ചെയ്ത് ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ക്ലോസ് ഔട്ട്പുട്ട് ഫയൽ.
ഔട്ട്പുട്ട് ഫയലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് ഫയലൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔട്ട്പുട്ട് ഫയലിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ക്ലോസ് ദ ഔട്ട്പുട്ട് ഫയൽ, അതിന് വേണ്ടിയിട്ട് സ്ക്രീനിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു സിസ്റ്റം കോൾ പോകണം. അപ്പോൾ റൈറ്റ് കംപ്ലീഷൻ മെസ്സേജ്, അപ്പോൾ സ്ക്രീനിലൊരു മെസ്സേജ് തെളിയും. അപ്പോൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കംപ്ലീഷൻ മെസ്സേജ് വരും. അത് ക്ലോസ് ചെയ്യും. അതിനുശേഷം ടെർമിനേറ്റ് നോർമലി ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അതും സ്ക്രീനിൽ തെളിയും. അല്ലെങ്കിൽ നോർമലി ടെർമിനേറ്റ് ആയി എന്നുള്ളത് നല്ല ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, ആ പ്രോസസ്സിന് തന്നെ ടാസ്ക് തീർന്നു, അങ്ങനെ ഒരു സിസ്റ്റം കോള് പ്രോസസ്സുകൾക്കും വോയിസിനിടയിൽ നടന്ന് വീണ്ടും യൂസർ മോഡിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നടത്തിയ ഈ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലും സിസ്റ്റം കോളുകളാണ് പോണത്. അതാണ് ഈ സീക്വൻസ്. ഒരു ഫയലിൽ നിന്ന് ഒരു കണ്ടൻറ്റ് കോപ്പി ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് എത്താൻ ഇത്രമാത്രം സിസ്റ്റം കോളുകളാണ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് സിസ്റ്റം കോൾ പോകുന്നത് എന്നുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോളിലൂടെ പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾസാണ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രോസസ്സ് കൺട്രോൾ. പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സിസ്റ്റം കോളുകൾ പോകണം. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാൻ, പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രോസസ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഫയൽ മാനേജ് ചെയ്യാൻ സിസ്റ്റം കോൾ പോകണം. ഫയൽ കിടക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. അപ്പോൾ ആ ഫയൽ എടുക്കാനായിട്ടാണെങ്കിലും ഹാർഡ് ഡിസ്ക് വേണം. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് വേണം, ഹാർഡ് ഡിസ്ക് വേണം, അങ്ങനെ ഒരുപാട് കാര്യം. സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ആണെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് വേണം. അതുപോലെ നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഡിവൈസുകളെ മാനേജ് ചെയ്യാനായിട്ട് എല്ലാം കണക്റ്റഡാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സിന് ഫയൽ വേണമെങ്കിൽ ആ പ്രോസസ്സുമായിട്ട് ആ ഫയൽ കണക്ട് ചെയ്യും, ഡിവൈസ് വേണമെങ്കിൽ ആ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ എല്ലാം ഒരു ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ മെയിൻ്റനൻസിനകത്ത് കിടക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ആയാലും പ്രോസസ്സിൻ്റെ ആയാലും യൂസേഴ്സിൻ്റെ ആയാലും എല്ലാം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും സിസ്റ്റം കോളുകൾ പോകുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലും സിസ്റ്റം കോളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൽ ആരൊക്കെ കയറണം, ഏതൊക്കെ യൂസേഴ്സിന് ഏതൊക്കെ റിസോഴ്സുകളാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സിസ്റ്റം കോൾ വഴി തന്നെയാണ് കൺട്രോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ സിസ്റ്റം കോൾ കാണാൻ പോവാണ്. സിസ്റ്റം കോളിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം കോളായിട്ട് പറയുന്നത് പ്രോസസ്സ് കൺട്രോൾ സിസ്റ്റം കോളാണ്. പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾ ഒരുപാടുണ്ട്. ഏറ്റവും ഷോർട്ടാക്കി തന്നേക്കുന്നതാണ് ഇത്, നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചേ പറ്റൂ. പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് സിസ്റ്റം കോൾ എന്തൊക്കെയായിരിക്കും ഓൾറെഡി ഞാൻ പറഞ്ഞു. ക്രിയേറ്റ് ചെയ്യാൻ പ്രോസസ്സ്, ഒരു യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ത്രൂ സിസ്റ്റം കോൾ. അതുപോലെ ആ പ്രോസസ്സിൻ്റെ യൂസറിൻ്റെ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു. ഈ ടെർമിനേറ്റ് ക്രിയേറ്റ് രണ്ടും പാരലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവർ തമ്മിൽ ഒരു ഗ്രൂപ്പാണ്. എന്നാൽ എൻ്റെ അബോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് പ്രോസസ്സ് ടെർമിനേറ്റ് പ്രോസസ്സ് പറഞ്ഞാൽ നോർമലി എക്സിക്യൂട്ട് ചെയ്തൊരു പ്രോസസ്സാണെങ്കിൽ ആ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നു. അതായത് അതിൻ്റെ ജോലി തീർന്നപ്പോൾ അതിനെ തിരിച്ച് പറഞ്ഞു വിടും. എന്നാൽ എൻ്റെ അബോട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രോസസ്സിനെ ഫോഴ്സ്ഫുള്ളി നമുക്ക് അബോട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് അബ്നോർമലിയാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതെങ്കിൽ, അതായത് ത്രൂ എറേഴ്സ് ഉള്ള രീതിയിലാണ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതെങ്കിൽ അത് അബോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും സിസ്റ്റം കോള് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സ് കൺട്രോൾ റിലേറ്റ് ചെയ്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം സിസ്റ്റം കോൾ വഴിയാണ്. ആ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യണം. അപ്പോൾ മെമ്മറി വേണം, അപ്പോൾ ലോഡിങ് സിസ്റ്റം കോൾ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് സിസ്റ്റം കോൾ. പേര് ശരിക്കും ക്രിയേറ്റ് പ്രോസസ്സ്, ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ്, ആ രീതിയിലാണ് സിസ്റ്റം കോൾ പോകുന്നത്. എൻഡിനൊരു സിസ്റ്റം കോൾ, അപ്പോർട്ടിനൊരു സിസ്റ്റം കോൾ, ലോഡിനൊരു സിസ്റ്റം കോള്, അതുപോലെ എക്സിക്യൂട്ടിനൊരു സിസ്റ്റം കോൾ. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സർ വേണം അല്ലേ. അപ്പോൾ ആ പ്രോസസ്സിന് എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ പ്രോസസ്സർ വേണം. അപ്പോൾ അവിടെ ഉദ്ദേശിച്ച ആ ഒരു ടാസ്ക് എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കോൾ വർക്ക് ചെയ്യണം. ഇനി ആ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്
ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം കോൾ പോകണം. സെറ്റ് പ്രോസസ് ആട്രിബ്യൂട്ട്, അത് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയാണ്, പ്രോസസ്സിൻ്റെ ID, PID എന്ന് പറയും, പ്രോസസ്സ് ID ഉണ്ടാകും. ചിലപ്പോൾ ആ പ്രോസസ്സിന് ഒരു പാരൻ്റ് ഉണ്ടാകും. പാരൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഏതെങ്കിലും ഒരു പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. ഇത് ചൈൽഡായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഈ പ്രോസസ്സിൻ്റെ ഓണർ ആരാണ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, ഈ പ്രോസസ്സ് ഏത് മെമ്മറി ഏരിയയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്നതാണ് ആട്രിബ്യൂട്ട്സിൽ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതുപോലെ ഈ പ്രോസസ്സ് എടുക്കുമ്പോൾ ഈ പ്രോസസ്സുമായിട്ട് എന്താണ് എക്സിക്യൂഷൻ നടക്കുമ്പോഴെല്ലാം ഈ ആട്രിബ്യൂട്ടുകളുടെ ആവശ്യം വരും. അപ്പോൾ ആവശ്യമുള്ളപ്പോഴെല്ലാം ഗെറ്റ് പ്രോസസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ പോകും. അതുപോലെ തന്നെ ഈ പ്രോസസ്സ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് ആ പ്രോസസ്സിനെ അറിയിക്കണം ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഈവൻറ്റ്, സിഗ്നൽ ഈവൻറ്റ്, അതായത് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഈവൻറ്റ് കുറച്ച് സമയത്തേക്കെന്നുള്ളതാണ് വെയിറ്റ് ഈവൻറ്റ്. ഇത് നെക്സ്റ്റ് പറയുന്നത് ശരിക്കും നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പ്രോസസ് സിൻക്രണൈസേഷനിൽ കുറേ ഏതെങ്കിലും ഒരു പ്രോസസ്സിനാണ് അറ്റ് എ ടൈം പ്രോസസ്സറിൽ കയറാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സർ സിഗ്നലിലാണെങ്കിൽ, സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന് പ്രോസസ്സിങ്ങിനുള്ള എൻട്രി കിട്ടി, അത് റൺ ചെയ്യുകയാണ്, അങ്ങനെയുള്ളവർക്ക് സിഗ്നൽ കിട്ടിയെന്നാണ് പറയുന്നത്. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുമായിരിക്കും, വെയിറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരാൾ സിഗ്നൽ കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വെയിറ്റിംഗ് എന്നൊരു സിസ്റ്റം കോൾ പോകണം. അപ്പോൾ ആ രീതിയിൽ ഇതെല്ലാം കണക്റ്റഡാണ്. അതുപോലെ അലോക്കേറ്റ് ചെയ്യുക, ഒരു പ്രോസസ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പ്രോസസ്സ് വന്നു കഴിയുമ്പോൾ തന്നെ, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രോസസ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മെമ്മറി എന്ത് ചെയ്യണം, ഫ്രീ ചെയ്യണം. എന്നാലാണ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. അതെല്ലാം ഹാർഡ്വെയർ റിലേറ്റഡ് ആണ്. ഹാർഡ്വെയർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ യൂസർ മോഡിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്രിവിലേജ്ഡ് മോഡല്ല യൂസർ മോഡ്. പ്രിവിലേജ്ഡ് മോഡിലേക്ക് OS മാറണം, OS സ്വിച്ച് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡീബഗർ ഫോർ ഡിറ്റർമിനിങ് ബഗ്ഗുകൾ ഉണ്ടായാലും അതെല്ലാം സിസ്റ്റം കോൾ വഴി OS അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് അറിയിക്കും. ഓക്കെ, ഇനി ഫയൽ മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രോസസ്സ് കൺട്രോളിൽ ഇങ്ങനെയൊക്കെയാണ് സിസ്റ്റം കോളുകൾ പോകുന്നത്. ഈച്ച് ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു പ്രോസസ്സ് കൺട്രോൾ സിസ്റ്റം കോൾ വഴിയാണ്. ഫയൽ മാനേജ് ചെയ്യുന്നതിലും അതെ, ഫയൽ മാനേജ്മെൻറ്റ് നമുക്ക് ഹാർഡ് ഡിസ്ക് വേണം, കീബോർഡ് വേണം, മൗസ് വേണം, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫയൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റിംഗ് ഫയൽ, ഡിലീറ്റിംഗ് ഫയൽ, എഡിറ്റിംഗ് ഫയൽ, ഓപ്പണിംഗ് ഫയൽ, ക്ലോസിംഗ് ഫയൽ, റീഡ്, റൈറ്റ്, റീപൊസിഷൻ, ഫയലിന് കണ്ടൻറ്റ് റീഡ് ചെയ്യുക. അതിന് ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന സാധനമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സ് ആക്സസ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ യൂസർ മോഡിൽ നിന്ന് നമുക്ക് ഈ പുറമേ കാണുന്ന കാര്യം മാത്രം, അതിൻ്റെ അകത്തുള്ള ആക്സസിങ് നമ്മൾ അറിയുന്നില്ല. ഇറ്റ് ഈസ് ഡൺ ബൈ ദ കേർണൽ മോഡ്. ഓക്കെ, ഈ റീഡ്, റൈറ്റ്, റീപൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ നമുക്ക് റീപൊസിഷൻ ചെയ്യാം, പൊസിഷൻ മാറ്റാം. അതുപോലെ ഈ പ്രോസസ്സിനുള്ള ആട്രിബ്യൂട്ട് പോലെ തന്നെ ഓരോ ഫയൽസിനും ആട്രിബ്യൂട്ടുകളുണ്ട്. ഫയൽസിനും എന്താണ്, ഫയലിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഏത് ലൊക്കേഷനിലാണ് കിടക്കുന്നത്, ഈ ഫയലിൻ്റെ ഓണർ ആരാണ്, അല്ലെങ്കിൽ ഈ ഫയൽ ഹാർഡ് ഡിസ്കിൽ എത്ര സ്റ്റോറേജിലാണ് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതാണ് എന്താ, ഫയലിൻ്റെ ആട്രിബ്യൂട്ട്. അപ്പോൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫയലിൻ്റെ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യും, ആവശ്യമുള്ളപ്പോൾ അത് ഗെറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിസ്റ്റം കോളാണ് ഫയൽ മാനേജ്മെൻറ്റിൽ പോകുന്ന സിസ്റ്റം. നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റിൻ്റെ കേസിലും എന്താണ്, ഒരുപാട് ഡിവൈസ് ഉണ്ട് സിസ്റ്റത്തിന്. അപ്പോൾ ആ ഡിവൈസുകളെല്ലാം മാനേജ് ചെയ്യുന്നത് ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. ഒരു ഡിവൈസ് ഒരു പ്രോസസ്സിന് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിവൈസ് റിലീസ് ചെയ്യുക. അതുപോലെ ഡിവൈസുകളിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും, ഡിവൈസിന് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ ഡിവൈസിന് ഡാറ്റ റീപൊസിഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ ത്രൂ സിസ്റ്റം കോൾ വഴി, മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ ത്രൂ സിസ്റ്റം കോൾ വഴി. അതുപോലെ ആ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ പൊസിഷൻ മാറ്റാനോ ഏരിയ മാറ്റാനോ ഒക്കെ ചെയ്യണമെങ്കിൽ ത്രൂ സിസ്റ്റം കോൾ വഴിയാണ് പറ്റുള്ളൂ. അതുപോലെ ഓരോ ഡിവൈസിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡിവൈസ് റിക്വസ്റ്റ് ചെയ്ത് ഡിവൈസായിട്ട് കണക്ഷൻ ലോജിക്കലി അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ്, ആ ഡിവൈസിൻ്റെ ആട്രിബ്യൂട്ടുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡിവൈസ് ഏത് പ്രോസസ്സുകളാണ് യൂസ് ചെയ്യുന്നത്,
അങ്ങനെ കണക്റ്റഡ് ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ ആട്രിബ്യൂട്ടുകൾ ആവശ്യമുള്ളപ്പോൾ എല്ലാം ഗെറ്റ് ബാക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഗെറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ലോജിക്കലി ഈ ഡിവൈസ് ഞാൻ പറഞ്ഞു ഓരോ പ്രോസസ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കാം. അതുപോലെ തന്നെ ഡിറ്റാച്ച് ചെയ്യുക ആവശ്യം കഴിയുമ്പോൾ ഈ ഡിവൈസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഡിറ്റാച്ച് ഡിവൈസസ് പ്രോസസ്സുമായിട്ടുള്ള കണക്ഷനാണ് ആ ഡിവൈസിൽ നിന്ന് ഇല്ലാതാവുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും എന്താണ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻസൈഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ആക്സസിങ് എനി ഹാർഡ്വെയർ റിസോഴ്സസ് ബൈ എ യൂസർ അല്ലെങ്കിൽ യൂസർ റിലേറ്റഡ് പ്രോസസ്സസ് നീഡ് സിസ്റ്റം കോൾ. ഓക്കെ, the next thing is information maintenance. Information maintenance പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീപ് ട്രാക്ക് ചെയ്യുക, എവറി പ്രോസസ്സസ് ഡീറ്റെയിൽസ് കീപ് ട്രാക്ക് ചെയ്യുക. ഈ സിസ്റ്റത്തിൽ ഈ കറൻറ്റ് ടൈമിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ പ്രോസസ്സുകളുണ്ട്, ഏതൊക്കെ ഫയലുകൾ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ പ്രോസസ്സ് ഏതൊക്കെ ഡിവൈസുകൾ ആക്സസ് ചെയ്യുന്നു, അതിന് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്ത ഡാറ്റ, ഡേറ്റും ടൈമും എല്ലാം, എത്ര സമയം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം കീപ് ട്രാക്ക് ചെയ്യുന്നത് ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. അപ്പോൾ നമുക്ക് ആ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്ത് കിട്ടും. നമ്മൾ സിസ്റ്റം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ നമുക്ക് ഡാറ്റ കാണാം, പക്ഷേ ആ ഡാറ്റ എത്തിച്ച് തരുന്നത് കേർണൽ മോഡിൽ ചെന്ന് കേർണൽ മോഡ് സിസ്റ്റം കോൾ വഴിയാണ് നമുക്ക് ആ ഡാറ്റ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം കോളാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം, സിസ്റ്റം കോളുകൾ വഴിയേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോസസ്സ് തമ്മിൽ രണ്ട് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവർ തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ക്രിയേറ്റ് ഡിലീറ്റ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ. അപ്പോൾ രണ്ട് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. അതായത് അവർക്കൊരു സ്പെസിഫിക് മെമ്മറി ഏരിയ ഷെയർ ചെയ്തായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കി, ഈ ചാറ്റിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും ഇത് നടത്തുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളെവിടെ ഇരുന്ന് ഒരാൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ എത്തുന്നു, അല്ലാതെ കറക്റ്റ് ആ പേഴ്സണ് തന്നെ എത്തുന്നു, വേറെ ആർക്കും അല്ല എത്തുന്നത്. അപ്പോൾ ഷെയർഡ് ഏരിയ എപ്പോഴും ആവണമെന്നില്ല. ഷെയർഡ് ഏരിയ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രോസസ്സ് തമ്മിലാണ് മെമ്മറി ഷെയർ ചെയ്താണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിയർ ബൈ ലൊക്കേഷനിലേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഷെയർഡ് മെമ്മറി റീജിയനൊക്കെ മതി. വേൾഡ് വൈഡ് വരുമ്പോഴത്തേനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോസസ് മെമ്മറി ഏരിയ വേണം. അപ്പം മെമ്മറി ഏരിയ ആയിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ നമ്മുടെ സിസ്റ്റം, അവരുടെ കയ്യിൽ അവരുടെ സിസ്റ്റം. അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർക്ക് തന്നെ കറക്റ്റ് കിട്ടുന്നു, അവരയക്കുന്ന മെസ്സേജ് നമുക്ക് തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നു. അപ്പോൾ അത് അവിടെ ഒരു ഷെയർഡ് ഏരിയ അല്ല, അവിടെ മെസ്സേജ് പാസിംഗ് എന്നുള്ളൂ, സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്ന മെസ്സേജസ്. അതാണ് ഫസ്റ്റ് എഴുതിയേക്കുന്നത്. ഇനി രണ്ടാമതായിട്ടൊന്നും കാണിച്ചേക്കുന്നത് എന്താ, ഷെയർഡ് മെമ്മറി ഈ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലുള്ളിടത്താണെങ്കിൽ അതായത് തൊട്ടടുത്ത് തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർക്ക് ആ സെർവറിൽ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറി ഏരിയ ആയിരിക്കും ക്ലയൻറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് ക്ലയൻറ്റിന് തന്നെ കിട്ടണം. അവർ ഒരേ റീജിയനിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നതും ഡാറ്റ ഇടുന്നതും എടുക്കുന്നതുമല്ല. അപ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിസ്റ്റത്തിന് തന്നെയായിരിക്കണം കിട്ടേണ്ടതെന്നുള്ളൊരു അഷുറൻസ് വേണം. ഷെയർഡ് മെമ്മറി മോഡൽ ക്രിയേറ്റ് ആൻഡ് ഗെയിൻ ആക്സസ് ടു മെമ്മറി റീജിയൻസ്. ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിടയിൽ അവരുടെ കറൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ അറിയുന്നില്ല, ഇപ്പോൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഒക്കെ അപ്പോൾ നമുക്ക് അപ്പം അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ത്രൂ സിസ്റ്റം കോൾ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഡിവൈസുകൾ അറ്റാച്ച് ചെയ്യണം അല്ലേ. അവരുടെ കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡിവൈസുകളെല്ലാം ഡിറ്റാച്ച് ചെയ്യുക. ഓക്കെ, റിമോട്ട് ഡിവൈസായിട്ടുള്ള കണക്ഷൻസ് എല്ലാം. അപ്പോൾ ഇത് അനദർ ടൈപ്പ് ഓഫ് സിസ്റ്റം കോൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിസ്റ്റത്തിൻ്റെ റിസോഴ്സിലേക്ക്, ഇന്ന റിസോഴ്സിൽ ആർക്കാണ് ആക്സസ് ഉള്ളത് അത് കൺട്രോൾ ചെയ്യുന്നത് ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. ആ ഒരു കൺട്രോൾഡ് ആക്സസ് യൂസറിലേക്ക് എത്തുന്നത് ത്രൂ ദിസ് പ്രോസസ്സ് വഴി, സിസ്റ്റം കോൾ വഴിയാണ് യൂസർ അറിയുന്നത്. ഗെറ്റ് ആൻഡ് സെറ്റ് പെർമിഷൻ. അപ്പോൾ ആ യൂസേഴ്സിന് പെർമിഷൻ സെറ്റ് ചെയ്യുന്നതും അത് ഗെറ്റ് ചെയ്യുന്നതും അലൗ ചെയ്യുന്നതും ഡെനി ചെയ്യുന്നതും എല്ലാം സിസ്റ്റം കോൾ വഴിയാണ്. നമുക്ക് ആ സ്ക്രീനിൽ മെസ്സേജ് ഡെനി അലൗ എന്നൊക്കെ വരുന്നത് എല്ലാം സിസ്റ്റം കോൾ വഴിയാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ മോഡിൽ നിന്ന് വർക്ക് ചെയ്ത് ആണ് നമുക്കത് എത്തിക്കുന്നത്.
നമ്മൾ ഇപ്പോൾ ഒരു അഡ്മിൻ കയറിയിട്ട് ഇന്ന യൂസറിന് സെറ്റ് ചെയ്യാണ്, പെർമിഷൻ സെറ്റ് ചെയ്യാണ്, അയാൾക്ക് ഡെനി ചെയ്യാണ്, അല്ലെങ്കിൽ അലൗ ചെയ്യാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതെല്ലാം OS കേർണൽ മോഡിൽ നിന്ന് സെറ്റ് ചെയ്ത് അത് യൂസറിനെ അറിയിക്കുന്നു ത്രൂ സിസ്റ്റം കോൾ വഴി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ ചോദിക്കാറുള്ളതാണ്. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ആക്സസ് ആൻഡ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ പ്രോസസ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ജസ്റ്റ് എന്താണ്? കോഡുകളാണ്. സിസ്റ്റം പ്രോഗ്രാമിന് അകത്തുള്ള ഓരോ ഫങ്ഷൻ കോളുകളാണ്. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ഫങ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇമാജിനേഷൻ ആണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വ്യക്തത ആയിക്കോട്ടെ എന്ന് കരുതി എനിക്ക് അന്വേഷിച്ചപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് സ്റ്റാൻഡേർഡ് C ലൈബ്രറി എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ C പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള C ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ആ C ലൈബ്രറിയിൽ നമ്മൾ കോഡ് ചെയ്യാണ്. കണ്ടോ, #include stdio.h ഇൻ്റെ മെയിൻ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും printf എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. printf എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്ന? Cയുടെ ലൈബ്രറിയിലേക്ക് പോയി. അവിടെ നമുക്ക് സിസ്റ്റം കോൾ വേണം. ഇപ്പോൾ stdio.h എൻ്റെ മെയിനും ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും സ്ക്രീനിൽ കാണാനോ നമ്മളൊന്നും അറിയുന്നുമില്ല. അവിടെ ഒരു സിസ്റ്റം കോളിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ printf ഗ്രീറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? സ്ക്രീനിൽ ഗ്രീറ്റിങ്സ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് വേണം, മോണിറ്റർ നമുക്ക് വേണം അല്ലേ? അപ്പോൾ തന്നെ ഒരു സിസ്റ്റം കോൾ അവിടെ പോവാണ്. printf C ലൈബ്രറി ചെല്ലുന്ന printf ഫംഗ്ഷൻ അവിടെ നിന്ന് അത് ഉണ്ടെന്ന് മനസ്സിലാകുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് എന്താണ് printf പോകുന്ന വഴി തന്നെ റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വഴി എന്താണ്? സ്ക്രീനിൽ ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ഡാറ്റയാണ് ഇട്ടേക്കുന്നത് അത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യുന്നത് ത്രൂ ദാറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോളാണ്. C പ്രോഗ്രാം ഇൻവോക്കിംഗ് printf ഫംഗ്ഷൻ ലൈബ്രറി കോൾ വിച്ച് കോൾസ് റൈറ്റ് ഫംഗ്ഷൻ സിസ്റ്റം കോൾ. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് സിസ്റ്റം കോൾ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എക്സാമിന് എഴുതാൻ നിർബന്ധമൊന്നുമില്ല, ഇത് എളുപ്പമാണ്. കുറേ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഫയലിൻ്റെ കാര്യം കാണിച്ചു, പിന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അറിയാത്തൊരു ഏരിയ ആണ്. നമ്മൾ യൂസർ മോഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, കേർണൽ മോഡിൽ പോയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ച് തരുന്നത്. അതും ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. ഇനി ആര് ചോദിച്ചാലും പറയാം. ഓക്കെ.